ഹലോ ഹായ് നിങ്ങളുടെ ഹായ് ഹായ് ഹലോ എവരിവൺ. ഒന്ന് തട്ടി ഹായ് 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 ഇത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അതെ, ഞങ്ങളിങ്ങനെ കുറെ ആയിട്ട് ഓഫീസിലിരിക്കുന്ന സമയത്ത് ഉള്ളൊരു ദീർഘകാല ഡിസ്കഷനാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങണമെന്ന് ഭയങ്കര അധികം ആഗ്രഹം, പക്ഷെ എന്ത് സംസാരിക്കും, എവിടെ തുടങ്ങും, ഭയങ്കര ഒരു പേടിയിലായിരുന്നു. എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും വരട്ടെ വരുന്ന കാണാനുള്ള ഒരു മൂഡിൽ ഞങ്ങളുടെ ഒരു ചാനൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ മാസം ജൂലൈ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നൊരു മാസമായിരുന്നു ജൂലൈ. അപ്പോൾ അതില് നമുക്ക് ഡിസ്കസ് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നിയ കുറച്ച് കണ്ടന്റുകൾ എടുത്തിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കണ്ടന്റ്സ്, പിന്നെ അതുപോലെ തന്നെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഞങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങൾ ഇതിലൂടെ ഷെയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ആദ്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജൂലൈ 5-ന് ജപ്പാനില് ഒരു പ്രഡിക്ഷൻ നടത്തിയായിരുന്നു. അതായത് ജപ്പാനില് വൻ ദുരന്തം സംഭവിക്കുന്നു പറഞ്ഞിട്ട് റിയോ തത്സുക്കി. അപ്പോ അത് ഭയങ്കര വൈറലായിരുന്നു ആക്ച്വലി. എനിക്ക് തോന്നുന്നു അവര് പ്രവചിച്ചതിന് ശേഷം ദുരന്തം സംഭവിക്കാത്ത ആളുകൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും ഞാനൊക്കെ നോക്കിയായിരുന്നു റീൽസ്. ഞാനൊക്കെ 4:45 അടിച്ചിട്ട് റീലൊക്കെ നോക്കിയായിരുന്നു. 24 ന്യൂസ് ഒക്കെ ലൈവ് ഒക്കെ ഇട്ട് നോക്കുന്ന ടൈമിൽ എല്ലാവരും സംഭവിച്ചോ എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്ന ടൈമില് അതില് കമന്റ്സ് കണ്ടിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല, ജപ്പാനിൽ എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നുള്ള രീതിയിൽ കണ്ടായിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരി പ്രവചിച്ചത് ഡേറ്റ് തെറ്റി. പക്ഷെ ആ മാസം തന്നെ അത് സംഭവിച്ചു. കഴിഞ്ഞ മാസം തന്നെ അത് സംഭവിച്ചു. ലാസ്റ്റ് ഒരു 3-4 ദിവസം മുന്നേ നമ്മൾ ഫേസ് ചെയ്തത് ജപ്പാൻ നല്ലൊരു ദുരന്തമായിരുന്നു, സുനാമി. ജപ്പാനിലെ ഒരു സൈഡ് മൊത്തം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പോലെയായിരുന്നു. 8.8 ആ ഒരു തീവ്രത, അത് ഭയങ്കര കൂടുതലല്ല സത്യത്തില്. ആ ഒരു ഇത് വന്ന് സത്യത്തില് നമ്മള് പുറത്ത് വരുന്ന വീഡിയോസ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ബിൽഡിങ്ങുകളൊക്കെ ആയാലും സംഭവിക്കുന്നത് ആളുകൾ എങ്ങനെ ഇത് അതിജീവിച്ചു എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു വലിയ ദുരന്തം തന്നെയായിരുന്നു ജപ്പാനെ സംബന്ധിച്ച് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പുള്ളിക്കാരത്തെ അത് 1999 സംതിങ്ങില് പുള്ളിക്കാരത്തെ കണ്ട സ്വപ്നത്തിനെയാണ് ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഇപ്പൊ ഒരു പ്രഡിക്ഷൻ പോലെ, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അന്നത് വലിയ ട്രോളായില്ലേ, എല്ലാവരും എടുത്തിട്ട് എവിടെ എന്നുള്ള രീതിയിൽ വീഡിയോസ് ഒക്കെ അതിന്റെ ഇറങ്ങി. നമുക്കിത് സത്യത്തില് പുള്ളി പ്രവചിച്ചത് കൊണ്ട് നടന്നു എന്നുള്ളതല്ല, സയന്റിഫിക് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല, എന്തൊക്കെയോ കണക്റ്റഡ് ആണ് എന്നൊരു ഫീൽ വന്നു പുള്ളി പറഞ്ഞതും ഈ നടന്ന സംഭവം എല്ലാം വെച്ച് നോക്കുമ്പോ. എന്തായാലും ജപ്പാൻ ഇപ്പോ നല്ല രീതിയിൽ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ആ ഒരു സുനാമി അവിടെ ഉണ്ടായതില്. നെക്സ്റ്റ് അപ്പോ ജപ്പാനിലുണ്ടായ ദുരന്തം, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുണ്ടായ വളരെ വലിയൊരു നഷ്ടമാണ് സഖാവ് VS എന്ന് പറയുന്നത്. ഒരു നൂറ്റാണ്ടായിരുന്നു നമ്മുടെ നാടിന് വേണ്ടി ജീവിച്ചത്. ആ നൂറ്റാണ്ട് മുഴുവൻ ഈ നാടിന് വേണ്ടി തന്നാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക്, അതായത് നോർമൽ മനുഷ്യൻ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, ഡെയിലി എന്തൊക്കെയോ ചെയ്ത് ജീവിക്കുന്നതല്ലാതെ ഒരു നൂറ്റാണ്ട് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്നത് VS എന്നുള്ളൊരു നെയിമാണ് സത്യത്തില്. പുള്ളി എപ്പോഴാ പാർട്ടിയിലൊക്കെ 1914 ആ ഒരു സമയത്ത് വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പുള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് പുള്ളിയുടെ മരണവാർത്ത സത്യത്തിൽ ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോഴായിരുന്നു ജസ്റ്റ് ഇങ്ങനെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് കണ്ടത് പുള്ളി ഇങ്ങനെ മരിച്ചെന്ന് പറഞ്ഞിട്ടുള്ള. അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. നമ്മൾ ഒട്ടും വിചാരിച്ചിരുന്നില്ല. പുള്ളിക്ക് ഇങ്ങനെ അസുഖം സംബന്ധിച്ച് ആശുപത്രിയിലാണെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ന്യൂസ് എല്ലാം കണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് നോക്കുന്ന ടൈമിൽ പെട്ടെന്ന് മരിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം VS ആ ഒരു ഓർമ്മയാണ്. VS അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ അത് വേറൊരു ഫീലിംഗ് ആയിരുന്നു. അത് ആ ഒരു ഫീലിംഗ് നമ്മൾ കേരളം മൊത്തം ആ ഒരു 3 ദിവസത്തെ വിലാപയാത്രയിൽ കണ്ടു. ഇപ്പോ പേമാരി പോലത്തെ മഴയായാലും കൊടും വെയിലിനായാലും ഉറക്കം പോലും വേണ്ടാന്നുള്ള രീതിയിൽ ചെറിയ കുട്ടികളൊക്കെ കയ്യിൽ പിടിച്ചിട്ട് അമ്മമാരും വയസ്സായ ആളുകളൊക്കെ ആ ഒരു വിലാപയാത്ര കാണാൻ വേണ്ടിയിട്ട് അത്രയും ടൈം വെയിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു മനുഷ്യൻ
ഈ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്ത അവരുടെ ഒരു പവർ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്ന ഒരു ലൈഫിൽ നമുക്ക് വേണ്ടത് അത് തന്നെയാണ്. നമ്മള് ഇവിടെ ഒരു മരിച്ചതാണെങ്കിലും നാലാൾ നമ്മൾ അറിയണം. നമ്മള് ഒരു ലോകത്ത് ജീവിച്ചിട്ട് ഇവിടുന്ന് വേർപിരിയുന്ന സമയത്ത് ഇത്ര ആളുകൾ നമുക്ക് വേണ്ടി കരയുക, അല്ലെങ്കിൽ കർണേ VS എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ജനങ്ങള്. കുഞ്ഞു കുട്ടികൾ വരെ പ്രകടനം വിളിച്ചു, വികലാംഗരായ ആളുകളൊക്കെ വരെ. അതായത് ജനങ്ങൾ അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മറന്നിട്ട് ആ ഒരു നിമിഷത്തിലേക്ക് ആ ഒരു സങ്കടത്തിൽ അവർ അടിഞ്ഞു ചേരുകയായിരുന്നു. ഹൃദയം തൊട്ട് കരയാന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരുപാട് വിഷ്വൽസ് നമ്മൾ കണ്ടു. എത്രയോ വെറൈറ്റി വിഷ്വൽസ് നമ്മൾ കണ്ടു, പല ആളുകളുടെ വികാരങ്ങൾ കണ്ടു, ഇൻക്ലൂഡിങ് എനിക്ക് തോന്നുന്ന CM വരെ വളരെ നിരാശയിലിരിക്കുന്ന വീഡിയോസ് വരെ പുറത്തു വന്നിരുന്നു. അപ്പോൾ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്നുള്ളതിനുപരി കേരളത്തിനെ സംബന്ധിച്ച് നമ്മളെല്ലാവർക്കും ഒരു വലിയൊരു നഷ്ടം തന്നെയായിരുന്നു VSന്റെ ആ ഒരു വിടവാങ്ങൽ. നെക്സ്റ്റ് ഒരു കണ്ടന്റ് ഹൃദയപൂർവ്വം ടീസർ. അത് നല്ല രസകരമായ ഒരു ടീസർ ആയിരുന്നു. നമ്മുടെ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടേട്ടിന്റെ ഒരു ഇതായിരുന്നു അത്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇന്നും എപ്പോഴും അത് ഒരു 2015-16 ആ ഒരു ഇയറിൽ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഈ രസതന്ത്രം. നല്ലൊരു ഭയങ്കര ഒരു ക്യാരക്ടർ ആയിരുന്നു അതിൽ. മീരാജ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആയിരിക്കും ഹൃദയപൂർവ്വം എന്ന് വിശ്വസിക്കുക. ഈ ഓണത്തിനാണ് റിലീസ് എന്ന് തോന്നുന്നു. പക്ഷെ ടീച്ചർ ഭയങ്കര ടീച്ചറിലല്ലേ ആ ഫാസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഇവിടെ കുറച്ചുകൂടി സീനിയർ സ്റ്റാഫ് ആക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ലാലേട്ടന്റെ ആ ഒരു എക്സ്പ്രഷൻ നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ഈ ആഡ് റൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലേഡി ആയിട്ട് ഗെറ്റപ്പെട്ട് നമ്മളെ മൈൻഡിൽ ആ ഒരു സാധനം ഇങ്ങനെ ഫോക്കസ് ആയി നിൽക്കുന്ന സമയത്തായിരുന്നു ഒരു ചാനലില് ഐഡിയ സ്റ്റാർ സിംഗറില് ഉഷ ഉദുപ്പിന്റെ പാട്ടിലായിരുന്നു ബാക്കില് എമ്പുരാനുള്ള പാട്ടിന്റെ ബാക്കെൻഡിലും ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുന്ന ടൈമില് അയ്യോ അത് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു. ഞാൻ ഇത് കാണാൻ വേണ്ടിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഞാന് കംപ്ലീറ്റ് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ റീലിൽ കണ്ടു. ആ ഒരു എമ്പുരാനെ എന്ന് പറയുമ്പോ 2 ഡോർ ഓപ്പൺ ആയി അതിന്റെ ഇടയിൽ കൂടെ ഈ റീലിൽ കണ്ട് ഞാനിത് എന്താ സംഭവം എന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട് പോയി റീചാർജ് ചെയ്ത് പോയി കണ്ടായിരുന്നു. അതിലിങ്ങനെ ബാക്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ വിശാദത്ത് ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴായിരുന്നു ലാലേട്ടൻ. അപ്പൊ എല്ലാവരും എഴുത്തി നിന്നിട്ട് ഇങ്ങനെ നോക്കുക. ശരിക്കും മറ്റൊരു മറുപടി ആയിരുന്നു. കുറെ ആയിട്ട് ഇങ്ങനെ ഓൺലൈനിൽ ലാലേട്ടന്റെ താടിയെ പറ്റി ഒരു വിവാദം, എന്താണ് ക്ലീൻ ഷേവ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ താടി എടുത്തിട്ടുള്ള പുതിയൊരു ഗെറ്റപ്പ് ഞെട്ടിയത് എന്താന്ന് വെച്ചാല് ആ ഒരു ലേഡി ഗെറ്റപ്പ് മൈൻഡിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് താടി എടുത്ത് ആ ഒരു സ്റ്റൈലിഷ് ഒരു കിടിലം എൻട്രി ആയിരുന്നു ആ ഒരു പരിപാടിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു ഷൂട്ടിംഗ് വരുന്നത്. അത് തന്നെ വലിയൊരു ഫാൻസിന് ഒരു എന്റർടൈൻമെന്റ് ആണ്. ദിലീപേട്ടന്റെ പടം അതില് ലാലേട്ടൻ ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി ഇങ്ങനെ അറിഞ്ഞു. അപ്പൊ ലാലേട്ടന്റെ വായന അത് കേട്ടപ്പോ എന്തായാലും വരട്ടെ, നല്ല രീതിയിൽ വരട്ടെ. നമ്മള് ഭയങ്കര വെയിറ്റിംഗോടെ നിൽക്കുകയാണ്. ബബായ്ക്കായാലും ഹൃദയപൂർവ്വമായാലും എല്ലാം എനിക്ക് തോന്നി. നെക്സ്റ്റ് കണ്ടന്റ് കുറച്ച് സെൻസിറ്റീവായ വിഷയമായിരുന്നു. ഈ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ കാണാനിടയുണ്ടായി. വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞു നമ്മളെ മമ്മു സംതിങ് അവന്റെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി. അവൻ ശരിക്കും എന്തൊരു പൊട്ടനെ പോലെ ഇങ്ങനെയാണോ ശരിക്കും പറയേണ്ട? ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയേണ്ട കാര്യങ്ങളേ ഇല്ല. ശരിക്കും നോർമലി ആ ഒരു ഇന്റർവ്യൂ നടത്തുന്ന ഒരാൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അന്ന് അവിടെ ഇന്റർവ്യൂ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണ്ട എന്നുള്ളൊരു രീതിയിൽ പറയണം. ഇത് ഇത്രത്തോളം വൈറലായതിനു ശേഷമാണ് അവർ വെറൈറ്റി മീഡിയയിൽ തന്നെ ആ ഒരു ഇന്റർവ്യൂ കണ്ടന്റ് ഫുള്ളി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അവരതിന് ആ ഒരു രീതിയിൽ ആ ഒരു സീരിയസ്നെസ് കൊടുത്തില്ല എന്ന് പറയുന്നത് സത്യത്തില്. ശരിക്കും ഇത് ചാനലിൽ പറഞ്ഞു എന്നുള്ള തെറ്റിനേക്കാളും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഒരാളുടെ പ്രൈവസിക്കകത്തേക്ക് ഒളിഞ്ഞു നോക്കുക എന്നൊക്കെ പറയും. ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അവരെ ഒക്കെ വിളിച്ചു കണ്ടത് വരുത്തി ഇന്റർവ്യൂ എടുക്കുക. എന്നിട്ട് ആ ഇന്റർവ്യൂ എടുത്ത ആള് ഈ സംഭവം കേൾക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, എന്താ ഇനി നെക്സ്റ്റ് സത്യം വളരെ മോശമായിട്ടുള്ളൊരു നമുക്ക് സമൂഹത്തില് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇവരിങ്ങനെ ഈ ഇന്റർവ്യൂവിൽ എടുത്തിട്ട് ഇതിങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ
റിലീസാക്കുന്ന സമയത്ത് ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, വരും തലമുറയുണ്ട്. ഇപ്പൊ കൊച്ചുകുട്ടികളുടെ കയ്യിൽ വരെ എത്തും ഈ സാധനം. അപ്പൊ അവരുടെ ഒക്കെ മുന്നിൽ ഈ മമ്മു എന്ന് പറയുന്ന അത്യാവശ്യം ചിലപ്പോൾ അവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അയാള് ഓൾറെഡി 18+ കണ്ടന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ആ ലൈവിലൂടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പോ എങ്ങനെയൊക്കെയോ കുട്ടികളുടെ ഇടയിലും ആളുകളുടെ ഇടയിലേക്ക് ഇവന്റെ ഫേസും ഇവന്റെ ആറ്റിറ്റ്യൂഡും ഒക്കെ എത്തുന്നുണ്ട്. അപ്പോ ഈ മമ്മു എന്ന് പറയുന്ന ആളൊക്കെ തെറ്റില്ല, പറഞ്ഞാലല്ല ഇങ്ങനെ ചെയ്താലും തെറ്റില്ല എന്നുള്ളൊരു തോട്ട് സമൂഹത്തിന് വരും. അപ്പോ ഇതൊരു ഭയങ്കര ഡേഞ്ചർ കണ്ടന്റ് ആണ് ഇവർ പുറത്തു വിട്ടത്. അപ്പോ എനിക്ക് തോന്നുന്നത് മറ്റേ ഗോവിന്ദസ്വാമി കിണറ്റിന് വീണപ്പോ പോലീസ് പിടിച്ചില്ലെങ്കിൽ വെറൈറ്റി വേണ്ടി ഒരു ട്രൈ ചെയ്തേനെ, നമുക്ക് ഇന്റർവ്യൂ എടുക്കണം, നിങ്ങളൊരു അടാറ് കണ്ടന്റാണ് ഞങ്ങളുടെ ആ രീതിയിൽ അയാളെ യൂസ് ചെയ്തേനെ. കാണാറുണ്ട് ഗോവിന്ദസ്വാമിയെ കിട്ടിയിരുന്നെങ്കിൽ. ഗോവിന്ദസ്വാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും എന്താ പറയാ എത്രയോ വർഷമായി പുള്ളി ജയിലില്ല, പക്ഷെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഈ ജൂലൈ മാസത്തെ കേരളത്തിന് മൊത്തത്തിൽ നടുക്കിയ ഒരു സംഭവം അല്ലേ? ന്യൂസ് നോക്കുമ്പോ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി. എങ്ങനെയാണ് ഇത്രയും സുരക്ഷയുള്ള ഒരു ജയിൽ എങ്ങനെയാ ചാടി പുറത്തോട്ട് എങ്ങനെയാ വന്നേ? അത് എത്രയോ കിലോമീറ്ററോളം സഞ്ചരിച്ച് എങ്ങനെ അവിടെ എത്തി? എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ ഒരു ജനറേഷൻ ടൈമില് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ന്യൂസ് കാണുന്നല്ലേ, ഒരു ആള് ജയിച്ചാടി എന്നൊക്കെയുള്ള രീതിയിൽ. അത് പുള്ളി എത്രയോ മാസം മുന്നേ തന്നെ അത് പ്ലാൻ ചെയ്ത് വണ്ണം കുറയ്ക്കാനായിട്ട് ചപ്പാത്തി മാത്രം കഴിച്ച് ജയിലിന്റെ കമ്പിയിൽ ഉപ്പ് എന്തൊക്കെയോ രക്ഷപ്പെട്ട അതൊക്കെ ഒരു ഇത്രയും പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ജയിലിൽ നടക്കുന്ന ഒരു കാര്യം. നമ്മള് പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ഈ ജയിലിനെ എസ്കേപ്പ് ആവുന്ന പലതരത്തിലുള്ള വീഡിയോസ്. ഇത് ഇത്ര കുറ്റവാളിയാണ് ഈ പുള്ളിക്ക്. എന്തിനാ ചപ്പാത്തി മാത്രം എന്തിനാ കൊടുത്തേ? 3 നേരം ചപ്പാത്തി മാത്രം എന്തിനാ കൊടുക്കണേ? അല്ലെ, ഇത് എങ്ങനെ എന്തോ ഇതിന്റെ ഉള്ളിൽ ഒരു മിസ്റ്ററി ഉണ്ട്. കാരണം എങ്ങനെ ഇത് നടന്നു എന്നുള്ളത് ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ജയിലിൽ ചാടുന്ന സിനിമകളൊക്കെ കാണുമ്പോ തന്നെ അത് മനസ്സിലാവും എത്രത്തോളം വലിയ ഡിഫിക്കൽട്ടാണ് ഈ ജയിൽ ചാടുക എന്നുള്ളത്. പൊതുവെ ഇതൊന്നും ശ്രദ്ധിച്ചാ പുള്ളിക്ക് ഒരു കൈയുള്ളൂ, അത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തു. അല്ല, അത് കോടതി ആ സമയത്ത് ചോദിച്ചിരുന്നു, എന്തോ ഇയാളുടെ പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഈ ഒറ്റക്കൈയനായ ഗോവിന്ദസ്വാമി എങ്ങനെ ആ കുട്ടിയെ ട്രെയിനിൽ തള്ളിയിടും അങ്ങനെ എന്തോ കോടതി ചോദിച്ചിരുന്നു. കോടതിക്കുള്ള മറുപടിയായിരുന്നു ഗോവിന്ദസ്വാമിയുടെ റീസെന്റ് നടന്നിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ശരിക്കും അത് ആ ഒറ്റക്കൈ വെച്ചിട്ട് ഇത്രത്തോളം ഇത്ര പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ജയിലിലാണ് ഇത്രത്തോളം നടന്ന് എവിടെ എത്തി അവിടെ നിന്ന് ഒളിഞ്ഞിരുന്ന് അത് ആ കിണറ്റിൽ വന്ന് ഒളിഞ്ഞിരുന്നു. പക്ഷെ ആളെ പിടിച്ചു കൊടുത്തത് അത്യാവശ്യം ഒരു അത് മാത്രല്ല, അയാളെ പിടിച്ച സമയത്തുള്ള അയാളുടെ ഒരു ഫേസ് എക്സ്പ്രഷൻ ആയാലും അയാളെ മാധ്യമങ്ങളോട് റിയാക്ട് ചെയ്തതായാലും നമ്മൾ 2-3 വീഡിയോസ് കണ്ടു. അയാളുടെ റിയാക്ഷൻസ് ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു കൊടും ക്രിമിനൽ എന്ന് തോന്നുന്നു. ഒരു കാണുമ്പോ ഒരു പേടിയും ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടർ. ആളെ ആലോചിക്കുമ്പോ തന്നെ പേടിയുള്ള ഒരു അറപ്പില്ലാത്തൊരു അവസ്ഥയാണ് തോന്നുന്നത്. ആളുടെ ഒരു പേര് കേൾക്കുമ്പോ നമ്മളൊക്കെ അന്ന് നമ്മൾ 2006 എന്തോ നടന്നൊരു സംഭവം എന്ന് തോന്നുന്നു. 6 7 എനിക്ക് തോന്നുന്നത് നമ്മളെ കുട്ടിക്കാലമാണ്. അപ്പൊ നമുക്ക് അത്ര മാത്രം ഈ കണ്ടതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ നമുക്ക് ആ ഒരു പേര് നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും അത് എന്നുള്ളത് ആ ഒരു പേര് നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും അത് മാഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ആലോചിച്ച് നോക്കാം ആളുടെ ഒരു ഇത്. അടുത്തത് നമ്മുടെ അലൻ ജോസിന്റെ കല്യാണം. അതൊരു ഭയങ്കര എനിക്ക് സത്യമായിട്ട് എന്താണെന്ന് മനസ്സിലായില്ല. അത് എന്താണ് ഞാൻ നോക്കുമ്പോ അലൻ ജോസിന്റെ അതായത് ഇതിന് മുന്നേ വരെ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് അതന്നെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചോ ഇതെന്താ തിയേറ്ററിന്റെ മുന്നിൽ നിന്ന് എന്തൊക്കെയൊക്കെ കോപ്രായങ്ങൾ കാട്ടുന്ന അത് കാണാൻ കുറച്ച് പേര് അങ്ങനെ വൈറലായ ഒരു വ്യക്തിയാണ് ഈ അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞ ഒരാൾ. അപ്പൊ പുള്ളി നേരത്തെ മുതൽ പറയുന്നുണ്ട് എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയും ഞങ്ങൾ ബ്രേക്കപ്പ് ആയി അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് കുറച്ച് മുന്നായിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞ് എന്റെ കല്യാണമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് നോക്കുന്നത് എന്റെ കല്യാണം കഴിഞ്ഞ് എന്നുള്ളൊരു ഇതിലായിരുന്നു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരു വലിയൊരു ന്യൂസ് ആയിരുന്നത് അലൻ ജോസിന്റെ കല്യാണം കഴിഞ്ഞു. ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എല്ലാവർക്കും. പിന്നെ എനിക്ക് തന്നെ കുറെ ആളുകൾ ആ റീല് അയച്ചു തന്നിട്ടുണ്ട്. ജോസ് ഇവരെ കല്യാണം കഴിഞ്ഞിട്ടുള്ള രീതി
അപ്പൊ ശരിക്കും നമ്മൾ ഞെട്ടി, എന്നാലും എന്റെ പൊട്ടായില്ലേ ഒന്ന് മനസ്സിലാവും. എല്ലാരും വിശ്വസിച്ച്, എല്ലാരും കണ്ടില്ലേ ഇവന് കല്യാണം കഴിഞ്ഞ്. എനിക്ക് തോന്നി അതിൽ ഏറ്റവും കൂടുതൽ ട്രോൾ വാങ്ങിയത് അൻജോസിനേക്കാൾ നീ ഇതെങ്ങനെ ആറാട്ടം ശരിക്കും ഞെട്ടിണ്ടാവില്ലേ? ആറാട്ടമല്ല, കേരളം നമ്മൾ ആ സോഷ്യൽ മീഡിയയിൽ കൂടി ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന ആളുകൾ മൊത്തം ഞെട്ടി. അലിജോസിന്റെ കല്യാണം ഒന്നും മനസ്സിലായില്ല. പിറ്റേന്ന് വന്ന് പറയുന്നു ഞങ്ങൾ എല്ലാവരെയും പറ്റിച്ചതാണ്, പ്രാങ്കാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രാങ്കിനൊക്കെ ഇപ്പൊ ലിമിറ്റേഷൻസ് ഇല്ലാണ്ടായില്ലേ? കല്യാണം കഴിയുന്നതായി കണ്ടന്റുകൾ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് ആരുടെ കുറ്റമാണെന്ന് അറിയില്ല, പക്ഷെ ആളുകളെ ശരിക്കും പറ്റിച്ചു. നല്ല രീതിയിൽ വൈറലായി. അതാണ് അവരുടെ പ്ലാൻ. ആക്ച്വലി നന്നായിട്ട് വർക്കായി ആ ഒരു പ്ലാൻ.